മട്ടാഞ്ചേരി ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള ടോയ്ലറ്റാണ്. ഇതല്ല ചാക്കിട്ട് മൂടിയൊക്കെ അങ്ങോട്ട് പ്രവേശിക്കാനാണ് ഈ വന്നേന്ന് പറയും. നമ്മുടെ ഈ ജൂതമ്പള്ളി ജെറ്റ്പാറാസൊക്കെ കാണാൻ ഇവരൊക്കെ ഇവിടെ മൂത്രപ്പേരാണ് ചോദിക്കുന്നത്. എത്ര ടൂറിസ്റ്റ് വണ്ടികളാണ് ഇവിടെ വന്നത്, എത്ര ബസ് ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ മൂത്രം മൂലാന ഇവിടെ പൊതുസ്ഥലത്താണ് ഉള്ളത്. അപ്പൊ ഇത്രയൊക്കെ ദുരിതമാണ്. ഒന്നിന് പോലീസിൽ പോകണം, ഒരു ആസ്പത്രി പോകണം. സ്ത്രീകൾ എന്ത് ചെയ്യും? ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? 6ാം ഡിവിഷനാണ്. എത്ര അപ്പൊ അവർക്ക് പൈപ്പ് ലൈൻ കൊടുക്കണോന്ന് ഇതുവരെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ അനുമതി കിട്ടിയിട്ടില്ലാന്ന്. 8 മാസത്തോളായി ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. എത്ര ടൂറിസ്റ്റ് വണ്ടികളാണ് ഇവിടെ വന്നത്. അതിപ്പോ ഫോർട്ട് കൊച്ചിയിൽ പിന്നെ ശുചിമുറി തുറക്കാൻ പോണ്, പുതിയതായിട്ട് വരാൻ പോണ്. ഈ മട്ടാഞ്ചേരി അവഗണിക്കലാണ് ഈ കാണുന്നത്. ഏറ്റവും ടൂറിസ്റ്റുകളാണ് ഈ പോണത്, ടൂറിസ്റ്റ് വണ്ടികളാണ് പോണത്. ഇവരെവിടെ പോയി മൂത്രമൊഴിക്കും? സ്ത്രീകള്, കുട്ടികള്. അതേപോലെ ഈ പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലേക്കാണ് പോണത്, പെട്രോൾ പമ്പിലേക്കാണ് പോണത്. എത്ര ബസ് ജീവനക്കാരാണ് ഇവർക്കൊക്കെ ബാത്റൂം കൊടുക്കണ്ടേ? ഈ കൊച്ചിൻ കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ നിരന്തരമായി ഈ സമരം നടത്തുന്നത്. ഇന്ന് വർക്ക് അധികാരികളെ കണ്ണു തോന്നില്ല. ഇവരൊക്കെ എന്ത് ചെയ്യാനാണെന്നറിയോ? അവർക്കൊക്കെ ഓഫീസിലിരുന്ന് അവരെ കാര്യം കാണാം. എത്ര ജനങ്ങൾ വന്നാണ് ഈ ജൂതമ്പള്ളി ഈ ജെറ്റ്പാലസൊക്കെ കാണാൻ. അപ്പൊ ഇത്രയൊക്കെ ഇത് തുറന്നില്ലെങ്കിൽ ഞാൻ റോട്ടിൽ കിടന്ന് വിരോധ സമരം നടത്തും എന്നാണ് ഈ പൊതുപ്രവർത്തക ജനാധിപത്യം പറയാനുള്ളത്.